MDMA വന്നത് ബാർ അനുവദിച്ചതുകൊണ്ടല്ല, കഞ്ചാവ് കൃഷി മറ്റ് പ്രധാന ഘടകമെന്ന് പറയുന്നത് നിരോധനം കൊണ്ടാണ്. ശാസ്ത്രത്തിൻ്റെ വളർച്ച നമുക്ക് കാലഘട്ടത്തിൻ്റെ ആവശ്യം തന്നെയാണ്. ആ ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പം നമ്മൾ കുട്ടികളെ ധാർമ്മികത പഠിപ്പിക്കാൻ തയ്യാറാണ്. ഏറ്റവും പ്രധാന അതും പ്രധാനവും അതോടൊപ്പം തന്നെ ഈ സാധനങ്ങളുടെ നിരോധനവും ഒരു പ്രധാന ഘടകമാണ്. ഇപ്പം ഞാൻ പറയാം, നേരത്തെ സൂചിപ്പിച്ച് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലഹരി വസ്തുക്കളുടെ ഉണ്ട് എന്ന്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യൻ രാജ്യങ്ങളിൽ ലഹരിയുടെ ഒരു വലിയ ഉപയോഗം നിലനിന്നിരുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് പ്രവാചകൻ മുഹമ്മദ് നബി മദ്യം ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ നിരോധിക്കപ്പെട്ടത്. നൂറ്റാണ്ടുകൾ എത്ര പിന്നിട്ടിട്ടും ആ നിരോധനം കൊണ്ട് ലോകത്തിലെ ഒരു വലിയ സമുദായത്തിൻ്റെ ഏതാണ്ട് പൂർണ്ണമെന്ന് ഞാൻ പറയുന്നില്ല, 85% ആളുകളെയും ഇന്നും മദ്യപാനത്തിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്ന പ്രധാന ഘടകമെന്ന് പറയുന്നത് നിരോധനം കൊണ്ടാണ്. ഇസ്ലാം മദ്യത്തെ നിരോധിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ലോകത്തെ സെമറ്റിക് മതങ്ങളിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇസ്ലാമിക വിശ്വാസികളുടെ 85% ആളുകളെ ഇന്നും മദ്യപാനികളാക്കി മാറ്റിയിരുന്നത്. നമ്മൾ വേറെ പ്രത്യേകം ചൂണ്ടിക്കാണിക്കുക, മുസ്ലിം സമുദായം ഇടപെടാത്ത അല്ലെങ്കിൽ ഇല്ലാത്ത കേരളത്തിലെ ഏക വ്യവസായം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മദ്യ വ്യവസായം. ഒരാളെ പോലും അതിനകത്ത് കണ്ടെടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? അവൻ്റെ മതവിശ്വാസ പ്രകാരം അതിനെ നിരോധിക്കപ്പെട്ടതുകൊണ്ടാണ്. അപ്പോൾ നിരോധനം ഒരു 10-70% വരെ പ്രശ്നപരിഹാരത്തിന് ഉതകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് ഈ പറയുന്ന 374 ബാർ അടച്ചു പൂട്ടിയപ്പോഴും ഇടതുപക്ഷം അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കൊടുത്ത നമ്മുടെ സമൂഹത്തിന്റെ വ്യവസായത്തെ സംബന്ധിച്ചും അതിന്റെ നയത്തെ സംബന്ധിച്ചും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞത് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ബാറ് കൊടുത്തതാണ്. പ്രധാനപ്പെട്ട കാര്യത്തിൽ മാറുകയും ചെയ്താൽ രാഷ്ട്രീയമായി ഏറ്റുമുട്ടലുകൾ ഉണ്ടാവാം, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. അതല്ല പ്രശ്നം. കേരളം നേരിടുന്ന ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം ഇവിടെ ബാർ അനുവദിച്ചതാണ്. ഇന്ന് കേരളം നേരിടുന്നത് വെച്ചാൽ അതിലേക്കല്ല നമ്മൾ പുതിയ തലമുറ എത്തിയത് ബാർ അനുവദിച്ചതുകൊണ്ടല്ല. MDMA വന്നത് ബാർ അനുവദിച്ചതുകൊണ്ടല്ല. കഞ്ചാവ് കൃഷി മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്നത് കേരളത്തിൽ ബാർ അനുവദിച്ചതുകൊണ്ടല്ല. അതിന്റെ ഉത്പാദകർ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ടല്ല. ശക്തമായ നടപടികൾ ഇല്ലാത്ത സംസ്ഥാനങ്ങളുണ്ട് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഒരു പരിധിവരെ ഇത് അവസാനിപ്പിക്കാൻ, ഇതില്ലാതാക്കാൻ, ഇതിൻ്റെ ഉൽപാദന ശൃംഖല തട്ടിത്തകർക്കാൻ ഭരണകൂടത്തിന് കഴിയും. അത് ഉൽപാദന കേന്ദ്രങ്ങളിൽ നടക്കാതെ പോകുന്നു എന്നുള്ളത് ആരും എവിടെയും പറയാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. MDMA എവിടുന്നാണ് ഉൽപാദനം, അതിന്റെ പിന്നിൽ ആരാണ്, അതിന്റെ ശൃംഖല ആരാണ്, അതിന്റെ സ്രോതസ്സും എന്താണ്, അത് മനസ്സിലാക്കി അവിടെ അതിന്റെ അടിവേര് പിഴാൻ ഭരണകൂടത്തിന് കഴിയണം. അതുകൊണ്ടാണ് ഞാനത് തട്ടിച്ചു നോക്കിയത്. ഇതിൻ്റെ ഉൽപാദന കേന്ദ്രങ്ങളുണ്ട്, അതാണ് ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം. അത് കോർപ്പറേറ്റുകളാവാം, അല്ലാത്തവരാവാം, അവിടേക്ക് ആരും ശ്രദ്ധ ഊന്നുന്നില്ല. ഇതൊരു പ്രശ്നം, കേരളത്തിലൊരു പൊതു പ്രശ്നമുണ്ട്. അതെന്താണ്? ഇതിൻ്റെ വിതരണത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കേന്ദ്രങ്ങളായി കുട്ടികളിലേക്ക് വരുന്നു, ഇതെല്ലാ മേഖലകളിലും പിടിക്കപ്പെടുന്നു. അത് ഒരു ഇച്ഛാശക്തിയുടെ ഭാഗം, അത് കണ്ടുകൊണ്ടിരിക്കുകയല്ല. ആ വിതരണം വരുന്ന പരമാവധി പിടിക്കാൻ വേണ്ടി ആ സംവിധാനത്തെ, ആ മെക്കാനിസത്തെ ഗവൺമെന്റ് ഉപയോഗപ്പെടുത്തുക. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ കണക്ക് വരുമ്പോൾ കേരളത്തിൽ പിടിച്ച കേസുകളുടെ എണ്ണമാണ് പൊക്കി കാണിക്കുന്നത്. ഞാൻ പറഞ്ഞത് അതൊരു തെറ്റായിട്ട് വരരുത്.